ചായ. ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മാധവൻകുട്ടി, ഇവിടെ ഇത്രേ ഉള്ളൂ. ചായ കുടിക്ക്. ഡോക്ടർ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ദയാഹർജി. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് പറയുന്നു ഡോക്ടറുടെ ദയാഹർജി സാങ്ഷൻ ആകുമെന്ന്. നിയമത്തിന്റെ കാരുണ്യം ഡോക്ടറെ തേടിയെത്തും. അതിരിക്കട്ടെ, ഡോക്ടറുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മ. മകൻ അരുതായ്മകളൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നൊരമ്മ. പിന്നെ ഇളയ 2 സഹോദരിമാർ, സുനിത, സുധ. സംതൃപ്തിയുടെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് അവിവാഹിതനായ അമ്മാവനും കൂടെയുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സുനിത, സെക്കൻഡ് ഇയർ PDCക്ക് പഠിക്കുന്ന സുധ. കൊച്ചു കൊച്ചു വഴക്കുകളും ഒത്തിരി തമാശകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ദിനങ്ങൾ. ഓഹോ, കൊച്ചമ്മമാരൊന്നും റെഡിയായില്ലേ ഇതുവരെ? എടി സുനിതേ. വരുന്നു ഏട്ടാ. ഓ, എത്ര നേരമായിട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. ഓരോരുത്തരുടെ സൗകര്യത്തിന് തുറക്കാനും പൂട്ടാനുള്ള അല്ല എന്റെ ഡിസ്പെൻസറി. ഓ, ഈ ആയുർവേദ ഡോക്ടർക്ക് MBBS ഡോക്ടറെക്കാളും വലിയ ഗമയാണല്ലേ അമ്മേ? MBBSന് അഡ്മിഷൻ കിട്ടാതിരുന്ന എന്റെ കുഴപ്പം കൊണ്ടാണോടി. ആയുർവേദം അത്ര മോശമൊന്നുമല്ല. മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കുടിക്കേ. മറ്റവളോടെ പോയി. എടി സുധേ. ഞാൻ റെഡി. അയ്യേ, എന്തു നാടിയത്. കഥകളിക്ക് ചുട്ടി കുത്തിയ പോലെ ഉണ്ടല്ലോ. തൂത്തള. ഇന്നെന്താ ഡിസ്പെൻസറി തുറക്കാൻ ഇന്ന് തിടുക്കം? അറിയില്ലേ, ഇന്ന് ഗ്രൗണ്ടിൽ എന്താ നീ ഇപ്പൊ കളിക്കാൻ പോവാറുണ്ടോ? അല്ലമ്മേ, ടീം ക്യാപ്റ്റൻ ഗ്രൗണ്ടിലൊന്ന് വീണു. പുള്ളിക്കാരൻ ചികിത്സിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയിലല്ലേ അല്ലേ? എന്നിട്ട് അയാൾക്ക് സുഖമായോ? പിന്നെ വളരെ സുഖമായിട്ട് വരുന്നു. ബസ് ചാർജ് വർധന നടപ്പാക്കും വകുപ്പ് മന്ത്രി. മന്ത്രി നടപ്പാക്ക് കിടപ്പാക്ക് എന്ത് വേണേലും ചെയ്യട്ടെ. അമ്മാവൻ ആദ്യം പിടിക്കുന്ന എന്തിനാ? നമുക്ക് കാറുണ്ട്, അതിൽ പോവാം. വാ. എങ്ങോട്ട്? നമ്മുടെ ഡിസ്പെൻസറി ഒന്ന് പെയിന്റ് ചെയ്യണം. പോകുന്ന വഴി അമ്മാവൻ ഇറങ്ങി ഏതെങ്കിലും ഒരു പണിക്കാരനെ തപ്പിയെടുക്കണം. അത് ശരി. ഭാഗരതി, ഒരു ഉടുപ്പും കൊടുത്ത്. നമുക്കേ ആ തൊളവായ ഭാസ്കരനെ വിളിക്കാം. അവനാണെങ്കിൽ 2 ദിവസം കൊണ്ട് പണി തീർക്കും. മിടുക്കനാ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇറങ്ങ. ബൈ. ഓക്കെ, ബൈ ബൈ. വൈദ്യരെ, സോറി ഫോർ ദ ഡിലേ. ഓടി വായി നോക്കിയാൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ചെല്ല്. വായി നോക്കിയാണല്ലോ ചേട്ടൻ ഒരെണ്ണത്തിനെ വലയിലാക്കിയത്. വേഗം ചെല്ല്, കാത്തു നിൽക്കുന്നുണ്ടാവും. അതിനു വേണ്ടിട്ടാണല്ലോ തൊളവായം ഭാസ്കരനെ വിളിക്കാനെന്നും പറഞ്ഞ് അമ്മാവിനെ വഴിയിലിറക്കി വിട്ടത്. നീ ആള് കൊള്ളാമല്ലോടി. നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ, എങ്ങനെ മനസ്സിലാകാതിരിക്കും? ഓക്കെ ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല്. ടയർഡായി മാധവേട്ടാ, ടു ടയർഡ്. ആഹാ, ഇന്റർനാഷണൽ താരത്തിന്റെ ക്ഷീണം മാറ്റാൻ ഞാൻ പോയി ഇത്തിരി ഗ്ലൂക്കോസ് കഴിക്കണമെന്നല്ലോ. ആയിക്കോട്ടെ, താങ്ക്സ്. ഒറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ. ഞാൻ കൊള്ളും. കൊള്ളണം, അതിനു വേണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓഹോ, അപ്പൊ തല്ലാനാണോ കല്യാണം കഴിക്കുന്നത്? സംശയം എന്താ കുട്ടി? ഇമ്മിണി പുളിക്കും. ചോദിക്കാനും പറയാനും ശോഭാമേനോന് ആളുണ്ടെന്ന കാര്യം മറക്കണ്ട. സംസാരിച്ചെന്ന് സമയം കളയണ്ട, വാ വണ്ടി കയറ്. മാധവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ?
എനിക്ക് 1-2 പ്രപ്പോസലുകൾ വന്നിരിക്കുക. വളരെ നല്ല കാര്യല്ലേ, നല്ലൊരെണ്ണം നോക്കി നടത്തി തരാൻ പറ. സീരിയസ് ആയിട്ടാ പറയുന്നത്. എടി പെണ്ണേ, ഞാൻ എസ് മൂളാതെ നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കിട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? രവീന്ദ്രന്റെയും സുനിതയുടെയും കല്യാണം നടക്കുന്ന അതേ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടും. പ്ലാനൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ, എന്റെ അച്ഛനോട് ചെന്ന് വിവരം പറയണം. അതൊക്കെ പറയാന്ന്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു മർക്കടൻ മാർഗതടസ്സം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. മർക്കടനോ? അതാര്? നമ്മുടെ അമ്മാവൻ തന്നെ 2 അടി പൊക്കത്തിൽ വാമനെ പോലെ തനി ഒരു ഈച്ച മേനോൻ. കണ്ടാ തന്നെ അറിയാം, തലയിലോട്ട് മുടിയില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊട്ട് സമ്മതിക്കൂല. മർക്കടൻ, തനി ഈച്ച മേനോൻ. മരുമകന്റെ വേളിപ്പെണ്ണിന് നാക്കിനെത്ര നീളം വേണം, മൂക്കിനെത്ര വണ്ണം വേണം എന്ന് തുടങ്ങി 100 കൂട്ടം ഡിമാൻഡ്. ഇതിനൊക്കെ പുറമെ 5 lakhs സ്ത്രീധനം. എത്ര? 5 lakhs. ഒരു ഡൂക്കിലെ ആയുർവേദ വൈദ്യർക്ക് 5 ലക്ഷം രൂപ സ്ത്രീധനമോ? ഒത്തിരി കിട്ടും. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ രൂപ ഇങ്ങോട്ട് തരണം. രൂപ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, നീ വണ്ടി കയറ്. അത് പോട്ടെ, ആ മർക്കടൻ അമ്മാവനിപ്പോ എവിടെയുണ്ട്? അയാളെ വീട്ടിലെങ്ങാനും കാണുന്നത് വേറെ ആര് കേട്ടാൻ? ആരാടാ നിന്റെ മർക്കടൻ? നിനക്ക് മാർഗദർശനം ഉണ്ടാക്കുന്ന ഈ ചെമ്മേനോ ഞാനാണോ? പറയടാ. അല്ല അമ്മാവ, അതെ ഞാൻ വേറെ അമ്മാവൻ, ഇന്ദുലേഖയുടെ ചന്തുമേനോൻ. ഇന്ദുലേഖയുടെ ചാട്ടിയടാ, പോടാ. വെറുതെ അല്ല പൊക്കം വയ്ക്കാത്ത. എന്താ നീരുള്ള ഭാഗത്ത് 3 നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കഴുകി കളയാനെ പിന്നെന്തിനാ പോരട്ടണേ? അങ്ങോട്ട് പറയണത് കേട്ടാ മതി. വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത്. ഇനി അടി മേടിച്ച് ഇങ്ങോട്ട് വരണ്ട, പോയിക്കോ. വായില നാവ്. അടുത്ത ആള് വരൂ. മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയിട്ട് വരും. ഓ, ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ല എന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു. പിന്നെ ആയുർവേദ മരുന്നൊന്നും മാറിപ്പോയെന്ന് വെച്ച് ആരും ചത്തൊന്നും പോവില്ല. ഡോക്ടർ വന്നില്ലേ? വരാറായിട്ടുണ്ട്. അല്ല, ഞാൻ ഓർക്കുക, എന്തൊരു ചങ്കൂറ്റാ നിനക്ക്. ആ സുനിത കുഞ്ഞിനെ കേറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മലും ഇല്ലേ? ദേ, പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ, അത് ഓർമ്മ വേണം. ആ, ഇരിക്കിരിക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നു? ഞാനൊരു 8:55 വന്നപ്പോ. രവീന്ദ്ര എപ്പോ വന്നു? ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ, രവീന്ദ്ര ഇരിക്കെ, ഞാൻ ഈ പേഷ്യൻസിനെ ഒന്ന് നോക്കട്ടെ. ചേട്ടാ, ഓരോരുത്തർ വിളിക്കേ. അല്ല, ഇതാരും ശോഭേച്ചിയോ? വരൂ വരൂ. എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ ഡോക്ടർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ മോളെ ഇത്? ഇത് ചേട്ടന്റെ ഒരു പേഷ്യന്റ് അമ്മേ, ശോഭ എന്നാ പേര്. ഡോക്ടറെ കാണലും ചികിത്സയൊക്കെ ആശുപത്രിയിലും പന്തുകളി മൈതാനത്ത് മതി, ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. എന്താ ഏട്ടാ ഇത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നീ ബോഡി അവിടെ, നിനക്കെന്തറിയാം? എന്താ കാര്യമൊന്നും ദേ നിന്റെ ആ ശ്രീമന്തപുത്രനെ വിളിച്ച് ചോദിക്കാം, അവൻ പറയാം അത്യാവശ്യം എന്താന്ന്. മാധവൻകുട്ടി, ഒന്നിഞ്ഞു വന്നേ. എന്താമ്മേ? എന്തിനാണ് അമ്മ എന്നെ വിളിച്ചത്? ഏതായി പെൺകുട്ടി? നീ അറിയില്ലേ? നിന്റെ പേഷ്യന്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. എന്റെ പേഷ്യന്റോ? ഇങ്ങനൊരു പേഷ്യന്റിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പെൺകുട്ടി എന്റെ ലൈഫിൽ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. അല്ലേ? എടാ, ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടോന്നൊന്ന് ആലോചിച്ചു. സാർ എത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഇന്നലെ ഡിസ്പെൻസറിയിൽ വെച്ച് കണ്ടപ്പോ സാറല്ലേ പറഞ്ഞത് സാർ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്നു? എനിക്കൊരു ലിഫ്റ്റ് തരാമെന്നു. ഏത് തിരുവനന്തപുരം? എവിടത്തെ തിരുവനന്തപുരം? കുട്ടി എന്തായി പറയുന്നത്? മതിയാക്കടാ നിന്റെ പൊട്ടംകളി. ഭാഗീരഥി, നിന്റെ മരുമോളായിട്ട് വരാൻ പോകുന്ന പെണ്ണാ ഇത്. എടാ, നീ എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാൻ കേട്ടോ. മോളിഞ്ഞു വാ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. ആ